തിരുവനന്തപുരം മാമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളിക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും. രാവിലെ 6:30 തെരച്ചിൽ പുനരാരംഭിക്കും. ദേശീയ ദുരന്ത നിവാരണ സേന രാത്രി സ്ഥലത്തെത്തി ടണലിനുള്ളിൽ കടന്നുള്ള പരിശോധനയാകും ഇന്ന് നടത്തുക. വിവരങ്ങൾ അഞ്ജു ജയപ്രകാശ് നൽകും. തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു, ഇന്നലെ കാണാതായതാണ് ജോയിയെ. എനിക്ക് തോന്നുന്നു 13 മണിക്കൂറിലധികം തിരച്ചിൽ നടത്തിയിരുന്നു. രാത്രി വൈകിയും തിരച്ചിൽ തുടരുകയായിരുന്നു. ഇപ്പോൾ NDRF സംഘം അടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എങ്ങനെയാണ് തെരച്ചിലിനുള്ളൊരു സജ്ജീകരണങ്ങൾ? ആദ്ര NDRFന്റെ 30 അംഗ സംഘമാണ് ഈ തിരച്ചിലിനായിട്ട് ഇവിടെ തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നലെ തിരുവല്ലയിൽ നിന്ന് അവർ പുറപ്പെട്ടതാണ്. ഇന്നലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പം മുമ്പ് ഈ പരിസരത്ത് വന്ന് എല്ലാം വീക്ഷിച്ചുകൊണ്ട് അവർ നിൽക്കുന്നുണ്ടായിരുന്നു. ഇനി 6:30 തിരച്ചിൽ ആരംഭിക്കുക. ഇന്നലെ രാത്രി തിരച്ചിൽ ആരംഭിക്കാതിരുന്നതിന്റെ ഒരു പ്രധാന കാരണം ഈ രാത്രി ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ തിരച്ചിൽ നടത്തുന്നത് ഈ രക്ഷാപ്രവർത്തകർക്ക് അപകടമുണ്ടാക്കും എന്ന കാര്യം അറിഞ്ഞത്, അതായത് ടണലിനുള്ളിലേക്ക് പ്രവേശിച്ച് തിരച്ചിൽ നടത്തുന്നത് അപകടമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നായിരുന്നു ഇന്നലെ രാത്രി ഈ തെരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നത്, ഒരു താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നിരിക്കുന്നത്. അതിനുശേഷം രാവിലെ 6:30 തന്നെ ഇത് ആരംഭിക്കുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. സ്കൂബ ടീമും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവർ അല്പസമയത്തിനകം തന്നെ 6:30 തന്നെ കൃത്യം തിരച്ചിൽ ആരംഭിക്കും. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ നമ്മൾ വളരെ വൈകിയും കണ്ടതാണ്. ഇവിടുത്തെ മാലിന്യങ്ങളൊക്കെ ഒരുപാട് നേരം എടുത്തിട്ടാണ് JCB അടക്കം ഉപയോഗിച്ചിട്ടായിരുന്നു വൃത്തിയാക്കിക്കൊണ്ടിരുന്നത്. ഇന്ന് അതേ സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ വീണ്ടും മാലിന്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കും. അത് വലിയ തോതിൽ ഇനി അതും കൂടി എടുത്തു മാറ്റേണ്ട ഒരു സ്ഥിതിയാണ്. ഇപ്പോൾ രാവിലെ നോക്കുകയാണെങ്കിൽ അത്ര വലിയ തരത്തിലുള്ള വെള്ളം ഇവിടെ ഇല്ല എന്ന് കാണാൻ സാധിക്കും. വെള്ളം താഴ്ന്നതിനാൽ തന്നെ ഈ മാലിന്യങ്ങളൊക്കെ പൊങ്ങിക്കിടക്കുന്നതും കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇനി ഈ 30 അംഗ സംഘവും ഇപ്പോൾ സ്കൂബ ടീമും ഈ തിരച്ചിലിന് ഇവിടെ 6:30 ഇറങ്ങുകയും ചെയ്യും. ഇന്നലെ രാത്രി ഒരു 7:30 തന്നെ ഈ തിരച്ചിൽ ദുഷ്കരമായതിനെ തുടർന്ന് സ്കൂബ ടീം ഒരു 7:30 തന്നെ ഈ തിരച്ചിൽ അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. അതിനുശേഷം പിന്നീട് നഗരസഭയുടെ തൊഴിലാളികളായിരുന്നു ഇവിടെ നിന്ന് അല്പം ഈ വേസ്റ്റുകളൊക്കെ എടുത്ത് മാറ്റുന്നത് കണ്ടത്. കാരണം സ്കൂബ ടീം അത് തിരച്ചിൽ നടത്തുമ്പോൾ അവർക്ക് ഉൾപ്പെടെ അപകടമുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇവരിത് പുറകോട്ടേക്കാണ് ഡൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ ഉപയോഗിക്കുന്ന ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ മാലിന്യത്തിൽ കുടുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് ഇവരെ പുറത്തേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമായി മാറും. അത് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് അപകടമുണ്ടാക്കും. ഇത് ഉൾപ്പെടെ കണ്ടിട്ടാണ് ഇന്നലെ പോകാൻ പറ്റുന്ന അത്ര 40 മീറ്ററോളമാണ് പോയിട്ടുണ്ടായിരുന്നത്. ആ 40 മീറ്ററോളം പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെയൊന്നും നമുക്ക് ജോയിയെ തിരഞ്ഞപ്പോഴൊന്നും ജോയിയെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് ഇന്നലെ രക്ഷാപ്രവർത്തകർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇന്നലെ ഈ രക്ഷാദൗത്യം താൽക്കാലികമായി നിർത്തിവെക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. പിന്നീട് ഈ മാലിന്യം നീക്കാൻ ടെക്നോ പാർക്കിലെ ജെൻ റോബോട്ടിക് കമ്പനിയുടെ സഹായത്തോടു കൂടി ഇന്നലെ അല്പസമയം ഈ 3ാമത്തെ 4ാമത്തെ പ്ലാറ്റ്ഫോമിനിടയിലെ 2ാമത്തെ ഭാഗത്തേക്ക് ഈ റോബോട്ടിക്കിനെ ഉപയോഗിച്ച് മാലിന്യം നീക്കാനുള്ള ശ്രമം ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിവിധ സഹായങ്ങളോടുകൂടി ഈ രക്ഷാദൗത്യം ഇന്നലെ ഏതൊക്കെ വിധത്തിൽ സാധിക്കുമോ ആ രീതിയിലൊക്കെ ഈ സംഘം പരിശോധിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പരാജയപ്പെട്ട ഒരു കാഴ്ചയാണ് കാണുന്നത്. കാരണം മണിക്കൂറുകൾ ഇത്രയും നീണ്ടു കഴിഞ്ഞു. ഇന്നലെ രാവിലെ 11 മണിക്ക് നടന്ന അപകടമാണ്. അപകടത്തിന് ശേഷം ഇത്രയും മണിക്കൂർ പിന്നിട്ടിട്ടും ഈ ജോയിയെ കുറിച്ചുള്ള ഒരു സൂചനയും ഇന്നലെ നടത്തിയ തെരച്ചിലിൽ കാണാൻ സാധിച്ചിട്ടില്ല. ഇന്നലെ സ്കൂബ ടീം 3-4 ഘട്ട പരിശോധനകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പരിശോധനകളിൽ ഒന്നും ഒരു തരത്തിലുള്ള സൂചന അവർക്ക് ലഭിക്കാതെ അവർ മടങ്ങുന്ന സ്ഥിതിയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ടണലിൽ ഒരു 140 മീറ്റർ നീളമുള്ള ടണലാണ്. അതിൽ ഈ കാണുന്ന അതിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പുറത്ത് കാണുന്നതിനേക്കാൾ കൂടുതലുള്ളതാണ്. അപ്പോൾ അത് നീക്കം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയ പാടാണ്. അപ്പോൾ അത് നീക്കം ചെയ്യുന്നത് ഒരു ഘട്ടത്തിൽ നടക്കുമ്പോൾ അതേ ഭാഗത്ത് തന്നെ ഈ സ്കൂബ ടീം ഡൈവ് ചെയ്ത് അതിന്റെ ഉള്ളിലേക്ക് പോകുകയായിരുന്നു. പക്ഷെ അവരുടെ ഇരുട്ടാണ്. ഈ ടണലിനുള്ളിലേക്ക് മാലിന്യം നിറഞ്ഞിരിക്കുകയാണ്. അവരുടെ കാഴ്ച ഉൾപ്പെടെ മങ്ങുന്ന സ്ഥിതിയിലേക്ക് ആ മാലിന്യം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു.
അതുൾപ്പെടെ ഇവരെ ഈ ഡൈവിങ്ങിന് തടസ്സപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നടക്കം ഇന്നലെ ഇതിന് ശേഷം ഈ ടണലിനുള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്ന സ്കൂബ ടീം അംഗങ്ങൾ തന്നെ ഇന്നലെ നമ്മളോട് ഉൾപ്പെടെ പറയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെ കളക്ടർ ഉൾപ്പെടെ വന്ന് റെയിൽവേ അധികൃതർ അടക്കം ഇന്നലെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട ചർച്ച ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും സഹായം ഉപയോഗിച്ചുകൊണ്ട് ടണലിനുള്ളിലേക്ക് വീണ്ടും പ്രവേശിക്കാൻ സാധിക്കുമോ എന്നത് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്നലെ ടെക്നോ പാർക്കിലെ റോബോട്ടിക്കിന്റെ സഹായം ഉൾപ്പെടെ തേടാൻ വേണ്ടി അവർ തീരുമാനിച്ചത്. പക്ഷേ അത് ഉൾപ്പെടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഈ ടണലിന്റെ കൂടുതൽ ഇടങ്ങളിലേക്ക്, അതായത് ഈ കൂടുതൽ മീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് തന്നെ അവർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ NDRF കൂടി എത്തുകയാണ്. 30 അംഗ സംഘമാണുള്ളത്. അതിന്റെ കൂടെ സ്കൂബ ടീമും ഒപ്പം ഫയർഫോഴ്സ് അംഗങ്ങളും ഇന്നലത്തെ നഗരസഭയുടെ തൊഴിലാളികൾ ഉൾപ്പെടെ ഉണ്ടാകും. അവർ ഉൾപ്പെടെയാണ് ഈ രക്ഷാദൗത്യം ഇന്ന് രാവിലെ പുനരാരംഭിക്കുമ്പോൾ ഇവിടെ ഉണ്ടാവുക. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇത് ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ രാവിലെ 6:30യോടുകൂടിയാണ് ജോയി വീട്ടിൽ നിന്ന് ഈ ശുചീകരണ പ്രവൃത്തിക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വളരെ വേദനയോടുകൂടി, വളരെ ഞെട്ടലോടുകൂടിയാണ് ഈ അപകടം നാട്ടുകാർ ഉൾപ്പെടെ ഓർത്തെടുക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇവിടെ ജോയിയുടെ ഒപ്പം 4 പേരായിരുന്നു ഈ ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ നമുക്കറിയുന്ന പോലെ ആമേഴഞ്ചൻ തോട് എല്ലാ തവണയും ഈ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത്. ഈ മഴക്കാലമാകുമ്പോൾ ഈ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത് കാരണം പലപ്പോഴും ഈ ഭാഗത്തുള്ള ഒഴുക്ക് ഉൾപ്പെടെ തടസ്സപ്പെടുന്ന സ്ഥിതി ഉണ്ടാവാറുണ്ട്. അത് കണക്കിലെടുത്താണ് റെയിൽവേ ഇവർക്ക് കരാർ കൊടുക്കുന്നതും ഈ തൊഴിലാളികളെ ഉപയോഗിച്ച് ഈ മഴക്കാലത്ത് തന്നെ ഇത് വൃത്തിയാക്കാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇന്നലെ മഴ ഉൾപ്പെടെ ഉള്ളതിനാൽ ഈ ജോലി തൽക്കാലത്തേക്ക് തുടരണ്ട എന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവിടെ ശുചീകരണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു റെയിൽവേയുടെ ഭാഗത്തു നിന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നലെ നടന്നിരുന്ന ഇത് ശുചീകരണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുള്ള എന്തുകൊണ്ട് മാറ്റിവെക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഈ ശുചീകരണ പ്രവൃത്തി ഇന്നലെ തന്നെ തുടർന്നു എന്ന കാര്യത്തിനെ കുറിച്ച് വിശദമായി ചോദിച്ചറിയുമെന്ന് ഇന്നലെ മേയർ ഉൾപ്പെടെ മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഈ തൊഴിലാളി കോർപ്പറേഷൻ താൽക്കാലിക ജീവനക്കാരനാണോ റെയിൽവേയുടെ കരാർ തൊഴിലാളിയാണോ എന്ന് സംബന്ധിച്ച് ഇന്നലെ ചെറിയൊരു തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റെയിൽവേയുടെ തൊഴിലാളി അല്ല എന്നും നഗരസഭയുടെ തൊഴിലാളി അല്ല എന്നും ഉള്ള തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഇരുഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒടുവിൽ റെയിൽവേയുടെ കരാർ തൊഴിലാളിയാണെന്ന് പിന്നീട് മനസ്സിലാക്കുകയാണ് ചെയ്തത്. ഇവർക്കൊപ്പം മറ്റൊരാൾ, അതായത് 2 അതിഥി തൊഴിലാളികളും ഒരു മലയാളിയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവർ ഇത് വൃത്തിയാക്കാൻ ശ്രമിച്ചത്. ഇന്നലെ പെട്ടെന്നൊരു മഴയുണ്ടായിരുന്നു രാവിലെ. ആ സമയത്ത് മഴ പൊടിഞ്ഞ സമയത്ത് മറ്റുള്ളവർ കരയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മറുകരയിലായിരുന്നു ഈ ജോയി ഉണ്ടായിരുന്നത്. ജോയിയോട് കയറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ജോയി അപ്പോൾ ശുചീകരിക്കുകയായിരുന്നു, പ്ലാസ്റ്റിക് ഒക്കെ ശേഖരിക്കുകയായിരുന്നു. കയറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പെട്ടെന്നാണ് ഒഴുക്ക് ശക്തമാക്കുകയും വെള്ളം അടിച്ചു കയറുന്ന സ്ഥിതിയും ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഈ ഒഴുക്കിലേക്ക് ജോയി പെടുന്നത്. അങ്ങനെ ഒഴുക്കിൽപ്പെട്ട് പോയ ജോയിയെ രക്ഷപ്പെടുത്താൻ ഉടൻ തന്നെ ഇവിടെ തൊട്ടടുത്തുള്ള ചെങ്കൽച്ചൂളയിലും ഒപ്പം ചാല ഉൾപ്പെടെയുള്ള ഫയർഫോഴ്സ് യൂണിറ്റും സ്കൂബ ടീമും സ്ഥലത്തെത്തുകയുണ്ടായി. അതിനുശേഷം നടത്തിയ പരിശോധനയാണ് അതാണ് ഈ നിമിഷവും ഇത്തരം സങ്കടത്തോടുകൂടി നെഞ്ചിരിപ്പോടുകൂടി തന്നെ കാത്തിരിക്കുന്നത്. ഈ അത്രയും പുറത്ത് തന്നെ ഈ ആമേഴഞ്ചൻ തോടിന്റെ പുറത്ത് തന്നെ നിൽക്കുമ്പോൾ അസഹനീയമായിട്ടുള്ള തോതിലുള്ള ഗന്ധം കാരണം ഈ പരിസരത്ത് പോലും നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. അപ്പോൾ ഇതിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശങ്ക തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും തിരച്ചിൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആതിര, അഞ്ജു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ മാലിന്യ കൂമ്പാരമാണ്. അത് നീക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും ശ്രമകരമായ ജോലി. മാൻഹോളിലെ മാലിന്യം അടക്കം നീക്കുന്നതിന് റോബോട്ടിക് സംവിധാനം അടക്കം ഉപയോഗിച്ചു. അപ്പോൾ ഈ ഘട്ടത്തിൽ വീണ്ടും എത്തുന്ന മാലിന്യം ഇത് തെരച്ചിലിനൊരു വെല്ലുവിളിയാകാൻ സാധ്യതയില്ലേ അഞ്ജു? അതിൽ സൂചിപ്പിച്ചതുപോലെ ഈ മാലിന്യം വലിയ തോതിൽ വെല്ലുവിളിയാണ്. കാരണം ടൺ കണക്കിന് മാലിന്യമാണ് ഈ ആമേഴഞ്ചാൻ തോടിൽ എക്കാലവും നിറഞ്ഞുകൊണ്ടിരുന്നത്. നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ആമേഴഞ്ചാൻ തോട് എന്ന് പറയുന്നത് വെള്ളം നിറഞ്ഞ് ഒഴുകുന്ന ഒരു തോടല്ല. അവിടെ നിറയെ മാലിന്യങ്ങളാണ്. നഗരപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ നിക്ഷേപിക്കുന്നതും യാത്രക്കാർ നിക്ഷേപിക്കുന്നതും അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഭാഗമാകുന്ന ഈ ഇത്തരത്തിലുള്ള മാലിന്യ കൂമ്പാരങ്ങൾ അത് വഹിച്ചുകൊണ്ട് ഒഴുകുകയാണ്
തുടരുകയാണ് ഈ ആമയിഴഞ്ചാൻ തോട്. ഇവിടെ ഇന്നലെ വൃത്തിയാക്കിയ സ്ഥലത്ത് ഇന്നും അതേ തോതിൽ മാലിന്യം നമുക്ക് കാണാൻ പറ്റും. ഇന്നലെ തന്നെ വൃത്തിയാക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ ഫയർഫോഴ്സിന്റെ ആളുകളും ഒപ്പം തന്നെ ഈ നഗരസഭയുടെ ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കാണുന്നതൊന്നുമല്ല, വെള്ളം താഴ്ന്നു കഴിഞ്ഞാൽ അതായത് ലെയറുകളായി കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ ഇനിയും കാണാൻ സാധിക്കുമെന്ന്. ആ മാലിന്യങ്ങളിൽ ചവിട്ടി നിന്നുകൊണ്ട് തന്നെയായിരുന്നു പുറത്ത് കാണാൻ സാധിക്കുന്ന മാലിന്യങ്ങൾ ഉൾപ്പെടെ ഇന്നലെ നഗരസഭയുടെ തൊഴിലാളികളും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒക്കെ അടക്കം നീക്കം ചെയ്തത്. പക്ഷെ ഇന്ന് രാവിലെയും നമുക്ക് സമാനമായ സ്ഥിതിയിൽ മാലിന്യങ്ങൾ തന്നെ ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാൻ സാധിക്കും. വളരെ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. മാലിന്യങ്ങൾക്കിടയിലൂടെ അത് നീക്കം ചെയ്തുകൊണ്ട് അതിനുള്ളിലേക്ക് ഡൈവ് ചെയ്ത് ഈ പരിശോധന നടത്തുക എന്നത്. പക്ഷേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു 140 മീറ്റർ നീളമുള്ള ഒരു ടണലാണ് ഈ റെയിൽവേയുടെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന തമ്പാനൂരിന്റെ. അപ്പോൾ ഈ ആമയിഴഞ്ചാൻ തോട് ഇതിനടിയിലൂടെയാണ് ഒഴുകുന്നത്. അപ്പോൾ ഈ ടണലിലേക്ക് പ്രവേശിക്കും തോറും ഈ നമ്മൾ പുറത്ത് കാണുന്ന വീതിയും നീളവും അല്ല ഈ ടണലിനുള്ളിലേക്കുള്ളത്. ആ ടണൽ നിറയെ മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. അതിനി വലിച്ചു നീക്കി പുറത്തേക്ക് എത്തിക്കുക, അതിനുശേഷം അതിനുള്ളിൽ പരിശോധന നടത്തുക എന്നത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നുള്ളത് രക്ഷാപ്രവർത്തകർ ഇന്നലെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിലാണ് ഇന്നലെ 3 അംഗ സ്കൂബ ടീം പരിശോധനയ്ക്ക് ഇന്നലെ ഇറങ്ങിയത്. അങ്ങനെ അവർ ഇറങ്ങിയിട്ട് 40 മീറ്ററാണ് അവർക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചത്. അതിനപ്പുറം പോവാനേ സാധിച്ചിട്ടുണ്ടായില്ല. കാരണം 15 മിനിറ്റ് വീതമാണ് ആ സിലിണ്ടറിൽ, ഓക്സിജൻ നിറച്ച സിലിണ്ടറിൽ അവർക്ക് തങ്ങാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഈ മാലിന്യങ്ങൾ വലിച്ചു നീക്കി അവർക്ക് കൈകൊണ്ട് തൊട്ട് പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഡൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന ഇടം എന്ന് പറയുന്നത് വെറും 40 മീറ്റർ ആയിരുന്നു. ഈ 60 മീറ്ററോളം എത്തിയാൽ മാത്രമേ ഒരു മാൻഹോൾ അവിടെ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഈ അതായത് ഇതിന്റെ എതിർവശം എന്ന് പറയുന്നത് 3ാമത്തെയും 4ാമത്തെയും പ്ലാറ്റ്ഫോമിന്റെ ആ ഭാഗത്തായിട്ടാണ് വരിക. അങ്ങനെ ആ വശത്തു നിന്നും ഇന്നലെ ഒരു പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും പരാജയപ്പെടുകയായിരുന്നു. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അവിടെ ചളിയാണ് കൂടുതൽ നിറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ചളി നീക്കി അതിനുള്ളിലെ ഈ മാലിന്യങ്ങളും കൂടി നീക്കി അതിനുള്ളിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് ഈ സംഭവം നടന്ന ആ സ്ഥലത്ത് നടത്തിയിട്ടുള്ള പരിശോധനയേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് മറുവശത്തെ പരിശോധന ഇന്നലെ അവസാനിപ്പിച്ചുകൊണ്ട് ഈ അപകടം നടന്ന അതേ വശത്ത് അവർ പരിശോധനയ്ക്ക് വേണ്ടി തയ്യാറായിട്ടുള്ളത്. എന്തായാലും ഇന്ന് എങ്ങനെയായിരിക്കും ഈ രക്ഷാപ്രവർത്തനം എന്നത് ഉള്ളതാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത്. എങ്ങനെ ഇവർ ഈ ടണലിനുള്ളിലേക്ക് പ്രവേശിച്ച് ഇപ്പോൾ നിലവിൽ ഈ ടണലിലെ ഇത്രയും ഭാഗത്ത് ഈ വേസ്റ്റ് അടിഞ്ഞുകൂടിയതാണ്. ഈ ജോയി ഒഴുക്കിൽപ്പെട്ട് ഈ ടണലിനുള്ളിൽ തന്നെ തങ്ങി നിൽക്കാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു നിഗമനത്തിലേക്ക് ഇന്നലെ രക്ഷാപ്രവർത്തകർ എത്തിയിട്ടുണ്ടായിരുന്നത്. ഒഴുക്കിൽപ്പെട്ട് പോവാൻ സാധ്യത കുറവാണെന്ന് പറയാൻ കാരണം ഈ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയതാണ്. അത് നിറയെ മാലിന്യങ്ങളാണ്. അത് നീക്കം ചെയ്യുന്നതിന് ഇടയിൽ ഒഴുക്കിൽപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാകുമെന്നൊരു നിഗമനത്തിൽ അവർ എത്തുകയായിരുന്നു. അങ്ങനെയാണ് 40 മീറ്ററോളം ഉള്ളിൽ ചെന്ന് പരിശോധന നടത്തിയത്. പക്ഷെ നിലവിൽ 40 മീറ്ററോളമുള്ള ഒരു ഭാഗത്തും ഇന്നലെ ജോയിയെ തിരച്ചിൽ നടത്തുന്നതിനിടയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും വളരെ വേദനയോടെയാണ് നാട്ടുകാർ ഉൾപ്പെടെ ഈ സംഭവത്തെ ഓർത്തെടുക്കുന്നത്. ഏതാവശ്യത്തിനും ഏത് രാത്രിയും വിളിച്ചു കഴിഞ്ഞാൽ സഹായത്തിന് ഓടിയെത്തുന്ന തങ്ങളുടെ ജോയിയെക്കുറിച്ച് ഈ അപകട വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ നാട്ടുകാരുടെ പ്രതികരണം ഉൾപ്പെടെ നമ്മൾ കേട്ടതാണ്. അത് വളരെ സങ്കടത്തോടു കൂടിയാണ് അവർ ഓർത്തെടുക്കുന്നത്. ഇന്നലെ അമ്മയും സൂചിപ്പിക്കുകയുണ്ടായി, 6:30 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഏതെങ്കിലും വിധത്തിൽ ഈ ജോയി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ളത്. രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്രയേ ഉള്ളൂ. 6:30 കൂടി ആരംഭിക്കുമെന്നായിരുന്നു ഇന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. സമയം ഇപ്പോൾ 6:30 അടുക്കുകയാണ്. രക്ഷാപ്രവർത്തകർ NDRFന്റെ സംഘം അല്പസമയത്തിനകം എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഈ പരിസരത്ത് തന്നെ തുടരുകയാണ്. നിലവിൽ ഇപ്പോൾ സംഘം ഈ പരിസരത്ത് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. സ്കൂബ ടീമും NDRFന്റെ സംഘവും അല്പസമയത്തിനകം ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഇറങ്ങി മാലിന്യങ്ങൾക്കിടയിലൂടെ ഈ ടണലിനുള്ളിലേക്ക് പ്രവേശിച്ച് തെരച്ചിൽ തുടരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം ഇന്നലെ എത്തിച്ച ടെക്നോ പാർക്കിലെ റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അതിൽ ക്യാമറ ഉൾപ്പെടെ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ടണലിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുനിന്ന് വീക്ഷിക്കാൻ സാധിക്കും. അത്തരത്തിലായിരിക്കും ഇന്ന് തിരച്ചിൽ തുടരുക. എന്തായാലും തിരച്ചിൽ ജോയിയെ കണ്ടെത്താനുള്ള ശ്രമം അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ തിരുവല്ലയിൽ നിന്ന് 30 അംഗ സംഘത്തെ NDRF സംഘം പരിസരത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അവർ ഈ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തിരുവല്ലയിൽ നിന്ന് എത്തിയിട്ടുള്ള NDRFന്റെ 30 അംഗ സംഘമാണുള്ളത്. അവർ ആമയിഴഞ്ചാൻ തോട്ടിന്റെ കരയിൽ നിന്ന് ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഇറങ്ങാനുള്ള
താഴേക്കുള്ള സ്ഥിതികളൊക്കെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു റോപ്പും കയ്യിൽ കാണുന്നുണ്ട്. മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ കയ്യിൽ ആയുധങ്ങളുമായിട്ടാണ് അവരിപ്പോൾ ആമേഴഞ്ചാൻ തോട്ടിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. എന്തായാലും അവരുടെ പരിശ്രമത്തിനൊടുവിൽ ജോയിയെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലിപ്പോൾ അവർ ഈ ആമേഴഞ്ചാൻ തോട്ടിൻ്റെ ഈ സംഭവം നടന്ന അതേ സ്ഥലത്താണുള്ളത്, ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിനരികിലായിട്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇവർ താഴേക്ക് ആമേഴഞ്ചാൻ തോട്ടിൻ്റെ ആമേഴഞ്ചാൻ തോട്ടിലേക്ക് ഇറങ്ങുക. ഇന്നലെ സൂചിപ്പിച്ചതുപോലെ മാലിന്യങ്ങൾ ഇപ്പോഴും വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ആ മാലിന്യങ്ങൾക്ക് ഇടയിലേക്കാണ് ഇവരിപ്പോൾ ഇറങ്ങാൻ നോക്കുന്നത്. മാലിന്യം നീക്കിക്കൊണ്ട് മാത്രമേ ടണലിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. ഇന്നലെ കണ്ടത് കാഴ്ചയെ പോലെ തന്നെ ഇന്ന് വെള്ളം കുറവായതിനാൽ തന്നെ മാലിന്യങ്ങൾ വ്യക്തമായിട്ട് തെളിഞ്ഞ് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ തോടിനിപ്പോൾ കറുത്ത നിറമാണുള്ളത്. കാരണം മാലിന്യം കാരണം തോടിൻ്റെ നിറം പോലും മങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ തോട്ടിലേക്കാണ് ഇവരിപ്പോൾ ഇറങ്ങിക്കൊണ്ട് ഈ കാണുന്ന മാലിന്യങ്ങൾ നീക്കിക്കൊണ്ട് ടണലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക. അല്പസമയത്തിനകം തന്നെ ഫയർഫോഴ്സും സ്കൂബ ടീം അംഗങ്ങളും ഇവിടേക്ക് എത്തും. ഇവരോട് തന്നെ ചേർന്നുകൊണ്ട് സംയുക്ത ഒരു പരിശോധന അല്പസമയം തന്നെ ആരംഭിക്കുക തന്നെ ചെയ്യും. ഇവരിപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ, അതായത് ആമേഴഞ്ചാൻ തോട്ടിൽ ഈ ഭാഗത്ത് എങ്ങനെ ഒക്കെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ തോട്ടിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഈ കരയിൽ തന്നെ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അവരിപ്പോൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആതിര, അഞ്ജു, ഈ രാത്രി വൈകി ടണലിലുള്ള രക്ഷാദൗത്യം അത് അപകടകരമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇന്നലെ രക്ഷാദൗത്യം നിർത്തിവെക്കുന്നത്. ഈ ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ഈ NDRF സംഘത്തിൻ്റെ സജ്ജീകരണങ്ങൾ എങ്ങനെയായിരിക്കും ഈ ടണലിലുള്ള തെരച്ചിലിൽ? അതിന് രക്ഷാദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം ടണല് തന്നെയാണ് വലിയ, കാരണം 140 മീറ്റർ നീളമുള്ള ടണല്, 30 മീറ്റർ വീതിയുള്ള ടണല്. അപ്പോൾ ഈ ടണലിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് തടസ്സമായി വരുന്നത് പ്രധാനമായും മാലിന്യങ്ങളാണ്. അവിടെ ഇല്ലാത്തത് കാരണം ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഉൾപ്പെടെ ഇവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെ വരുന്നതോടുകൂടിയാണ് ഇന്നലെ രാത്രി ഈ രക്ഷാദൗത്യം പകുതിയിൽ വെച്ച് നിർത്തി വന്നതുപോലെ തന്നെ സ്കൂബ ഡൈവിംഗ് സംഘം ഈ ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മാലിന്യങ്ങൾക്കിടയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവർ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ മാലിന്യങ്ങളിൽ കൂടുതൽ സഞ്ചരിച്ച് പ്രയാസകരമായിട്ടുള്ള കാര്യമായിരിക്കും. ഒപ്പം തന്നെ 15 മിനിറ്റ് നേരമാണ് അവർക്ക് ഡൈവ് ചെയ്യുന്ന സമയത്ത് ഓക്സിജൻ ആ സിലിണ്ടറിനുള്ളിൽ അത്രയും സമയമാണ് അവർക്ക് ഉണ്ടാവുക. ആ സമയം കഴിഞ്ഞ് സിലിണ്ടറിൽ ഓക്സിജൻ തീർന്നു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന അപകടം, അത് രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളെ വലിയ തരത്തിൽ മറ്റൊരു ദുരന്തത്തിലേക്ക് നയിക്കും. അതിനാലാണ് അവർ ഇന്നലെ ആ രക്ഷാദൗത്യത്തിൽ നിന്ന് ഈ മാലിന്യം നീക്കാതെ മാറിയത്. അതിനുശേഷം കോർപ്പറേഷന്റെ തൊഴിലാളികളെ ഉപയോഗിച്ച് ഒരു പരിധി വരെ മാത്രമേ രാത്രിയിൽ ഇറങ്ങാൻ സാധിച്ചിട്ടുള്ളൂ. അത് മനസ്സിലാക്കിയതിനു ശേഷമാണ് ബദൽ സംവിധാനങ്ങളെ കുറിച്ച് കളക്ടർ ഉൾപ്പെടെ ആലോചിക്കുന്നത്. ഇന്നലെ രാത്രി ആ സമയം വേണ്ടി വന്നു അവർക്ക് ബദൽ സംവിധാനത്തെ കുറിച്ച് ചിന്തിക്കാൻ. അങ്ങനെയാണ് കളക്ടർ റെയിൽവേയുടെ ഉൾപ്പെടെ സഹായത്തോടു കൂടി റെയിൽവേയുടെ ഉൾപ്പെടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇന്നലെ രാത്രിയുള്ള പരിശോധന നിർത്തിവെക്കുകയും തുടർന്ന് മറ്റ് സാധ്യതകൾ അന്വേഷിക്കുകയും ടെക്നോ പാർക്കിലെ റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയ്ക്ക് വേണ്ടി തയ്യാറാകുകയും ചെയ്തത്. പക്ഷേ അപ്പോഴും റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന മറുവശത്തായിരുന്നു. അതായത് 3ാമത്തെയും 4ാമത്തെയും പ്ലാറ്റ്ഫോമിന്റെ ഇടയിൽ, അതായത് ഈ ടണലിന്റെ മറ്റൊരറ്റത്ത് നിന്നായിരുന്നു ആ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാലിന്യം നീക്കാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ അതും ചളികൾ ഉൾപ്പെടെ നിറഞ്ഞ ഭാഗത്ത് അത്തരത്തിലൊരു മാലിന്യ നീക്കൽ പ്രവൃത്തി എത്രത്തോളം വിജയകരമാകും എന്നുള്ളത് ഇന്നലെ ഏറെ നേരം ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒന്നും കണ്ടെത്താൻ സാധിക്കാതെ ഇരുന്നത് തുടർന്നാണ് NDRFന്റെ സംഘത്തിന് ഇവിടെ എത്തേണ്ടി വന്നത്. അങ്ങനെ 30 അംഗ NDRF സംഘം തിരുവല്ലയിൽ നിന്ന് ഇന്നലെ കളക്ടറുടെ നിർദ്ദേശപ്രകാരം അവിടെ നിന്ന് തിരിക്കുകയും അങ്ങനെ രാത്രിയോടുകൂടി തന്നെ ഈ തിരുവനന്തപുരത്ത് എത്തിച്ചേരുകയും ചെയ്തു. പക്ഷെ രാത്രിയും അവർക്ക് ഈ രക്ഷാദൗത്യത്തിന് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരും നോക്കിയ സമയത്ത്, കാരണം പുറത്തു മാത്രമാണ് ഈ ഈ ലൈറ്റുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ടണലിനുള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കൂടുതൽ വെളിച്ച സംവിധാനങ്ങൾ ഒക്കെ വേണം. പക്ഷെ അത്തരത്തിൽ
ശുദ്ധജല സംവിധാനങ്ങൾ ഉപയോഗിച്ച് കയറിയാൽ പോലും മാലിന്യങ്ങൾ വളരെ തടസ്സം നിൽക്കുകയാണ്. അത് നീക്കണമെങ്കിൽ മറ്റെന്തെങ്കിലും ബദൽ സംവിധാനങ്ങൾ വേണം. പക്ഷെ അതൊന്നും ഇന്നലെ അവർക്ക് ചെയ്തു തീർക്കാനായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇത് ഉപേക്ഷിക്കേണ്ടി വന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ 6:30യോടുകൂടി സംഘമെത്തി തിരച്ചിൽ നടത്തുമെന്ന് ഇന്നലെ രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ പ്രകാരം 6:30യോടുകൂടി തന്നെ NDRFന്റെ 30 അംഗ സംഘം അവരുടെ ഈ ആമേഴഞ്ചാൻ തോട് വൃത്തിയാക്കാനുള്ള ഉപകരണങ്ങളും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള 30 അംഗ സംഘങ്ങളും ഈ ആമേഴഞ്ചാൻ തോടിന്റെ ഭാഗത്ത് തന്നെ ഇപ്പോൾ നിലയുറപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഈ പരിസരത്ത് തന്നെ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ തോട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ട് വൃത്തിയാക്കാനുള്ള നടപടികൾ തുടരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആതിര, അഞ്ജു, അതോടൊപ്പം തന്നെ ഈ റെയിൽവേയുടെ നിലപാടടക്കം കണക്കിലെടുത്ത് ഇന്നലെ മാൻഹോൾ വഴിയുള്ള തിരച്ചിലും നിർത്തിയിരുന്നു. ഇന്ന് അതടക്കം പുനരാരംഭിക്കുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? ആതിര, ഇന്ന് എല്ലാ തരത്തിലുള്ള തിരച്ചിലും തുടരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ NDRFന്റെ സംഘം ഇവിടെ തുടരുന്ന കാഴ്ച കാണുന്നുണ്ട്. ഈ NDRFന്റെ സംഘം കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നുണ്ട്. നമുക്കും അവരോട് ചോദിച്ചു. നമ്മളിപ്പം സ്കൂബ സെറ്റൊക്കെ വെച്ചിട്ടായിരിക്കും ഇറങ്ങുക. അപ്പം നമുക്ക് ഓക്സിജൻ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. ഇപ്പം വിഷവാതകങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇഷ്യൂസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്തിട്ടാണ് മാലിന്യം മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും നീക്കം ചെയ്തിട്ട് ആക്സസ് എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാലേ നമുക്ക് അങ്ങോട്ട് ഇപ്പം എവിടെയെങ്കിലും കുടുങ്ങി കിടന്ന് നമുക്ക് അല്ലെങ്കിൽ അറിയാൻ പറ്റത്തില്ല. മാലിന്യത്തിന്റെ കൂടെ കിടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. അപ്പം ഇപ്പം ഹോവറിന്റെയും ഈ ഇന്നലെ സ്റ്റാർട്ടപ്പ് വന്നിരുന്നില്ലേ, അവരുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി നമ്മൾ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ ഈ മാലിന്യം നീക്കം ചെയ്ത അതേ ഭാഗത്ത് ഇന്ന് മാലിന്യങ്ങൾ വീണ്ടും വന്നടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നീക്കം ചെയ്തതിനു ശേഷമല്ലേ നിങ്ങൾക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റും? അതെ, നമുക്ക് ആക്സസ് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. മാം, നിങ്ങൾ എത്ര പേരാണ്? ഞങ്ങളിപ്പോൾ 30 പേര് വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി? ഞങ്ങൾ ഇന്നലെ രാത്രി എത്തിയിട്ടുണ്ടായിരുന്നു. അല്ല, മാലിന്യം നീക്കാൻ റോബോട്ടിക് സംവിധാനം ഇപ്പം മാലിന്യം നീക്കി കഴിഞ്ഞാലേ ഉണ്ടാക്കുള്ളൂ, വരുള്ളൂ. അങ്ങോട്ട് അപ്പോഴല്ലേ ഇറക്കിയിട്ട് കാര്യമുള്ളൂ. സോറി, റോബോട്ടിക് സംവിധാനം നമ്മൾ മാലിന്യം നീക്കാൻ ഉപയോഗിക്കും. ഇന്നലെ ഉപയോഗിച്ചത്. അപ്പം നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ആരൊക്കെ നമ്മൾ സഹായിക്കുന്നു അവരൊക്കെ കൊണ്ട് ജോയിന്റ് ഓപ്പറേഷനാണ് പ്ലാൻ ചെയ്യുന്നത്. ട്രാക്കിൽ പരിശോധന ഇപ്പോൾ തുടങ്ങില്ല. ഇപ്പോൾ നമ്മൾ ഈ മാലിന്യം നീക്കാതെ പരിശോധന തുടങ്ങിയിട്ട് കാര്യമില്ല. മാലിന്യം നീക്കിയിട്ട് മാത്രമേ ഞങ്ങൾ അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ ബാക്കി ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഈ വശത്ത് തന്നെ അത് ഇന്നലെ ഫയറുകാരുടെ നിഗമനം അനുസരിച്ചിട്ട് അവർ 40 മീറ്റേഴ്സോളം ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. അപ്പം അവിടെ ബാക്കി ചെളിയാണ്. അപ്പം അവർക്ക് അവിടെ ചെളിയാണെങ്കിൽ അതിനർത്ഥം അങ്ങോട്ട് പോയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് തന്നെ പ്ലാൻ ചെയ്യുന്നത്. അതായത് ആതിര, ഇപ്പോൾ NDRF സേനാംഗം പറയുന്നത് പോലെ അതായത് ഈ വശത്ത് തന്നെയാണ് ഇവർ ഇപ്പോൾ റോബോട്ടിക്സിനെ ഇറക്കാൻ ഉദ്ദേശിക്കുന്നതും. പക്ഷേ ഇവിടെ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഏറെ നേരം ഇവിടെ ഇവർ നഗരസഭാ തൊഴിലാളികളും ഫയർഫോഴ്സ് സംഘവും ഒക്കെ വൃത്തിയാക്കിയ ഇടത്ത് തന്നെ ഇന്ന് വീണ്ടും മാലിന്യങ്ങൾ വന്ന് നിറഞ്ഞിരിക്കുകയാണ്. അതുൾപ്പെടെ അവർക്ക് വെല്ലുവിളിയാണ്. അതുകൂടി നീക്കം ചെയ്തതിന് ശേഷമായിരിക്കും ഈ ടണലിനുള്ളിലേക്ക് ഇവർക്ക് പ്രവേശിക്കാൻ സാധിക്കുക. ഇന്നലെ ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ 40 മീറ്ററോളമാണ് ഇന്നലെ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം സംഘം ഇന്നലെ തിരച്ചിൽ നടത്തിയത്. അപ്പോൾ ആ വശം വരെ ഇവർക്ക് സേഫായിട്ട് കടന്നു ചെല്ലാം. പക്ഷേ അതിനുശേഷമുള്ള ഭാഗം വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. അത് വെല്ലുവിളിയാണ്. അത് തന്നെയാണ് ഇവർ സൂചിപ്പിക്കുന്നതും. മാലിന്യം തന്നെയാണ് ഈ ജോയിയുടെ തിരച്ചിലിനായിട്ടുള്ള ഒരു പ്രധാന തടസ്സമെന്ന് ഇന്നലെ തന്നെ ഈ തിരച്ചിലിനെത്തിയിട്ടുള്ള എല്ലാ സംഘങ്ങളും വ്യക്തമാക്കി കഴിഞ്ഞു. ഇപ്പോൾ NDRFന്റെ സംഘം ഈ പരിശോധനയ്ക്കായിട്ട് തയ്യാറെടുക്കുകയാണ്. 30 അംഗ സംഘമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ സ്കൂബ ടീം അംഗങ്ങളും ഇവിടെ പരിശോധനയ്ക്ക് ഒപ്പം ചേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആതിര, അത്തരത്തിൽ ജോയിക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇന്നലെ രാവിലെ 11:30യോടുകൂടിയാണ് ജോയിയെ കാണാതാകുന്നത്. NDRF സംഘം അടക്കം സ്ഥലത്തെത്തി പരിശോധനയ്ക്കായുള്ള തിരച്ചിലിനായുള്ള ആദ്യഘട്ട നടപടികളിലേക്ക് കടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. മാലിന്യം നീക്കിയ ശേഷം തെരച്ചിൽ നടപടികളിലേക്ക് കടക്കാനാണ് NDRF സംഘത്തിൻ്റെ തീരുമാനം. അഞ്ജു, ഈ മണിക്കൂറിലെ പ്രേക്ഷകർക്കായി ഇന്നലത്തെ അപകടത്തെക്കുറിച്ച് ഒന്നുകൂടി വിശദീകരിക്കാമോ? ആതിര, അതായത് ഇന്നലെ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഈ ആമേഴഞ്ചാൻ തോട് വൃത്തിയാക്കാനുള്ള പ്രവൃത്തി ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള 1-ാമത്തെ
പ്ലാറ്റ്ഫോമിന് അരികിലെ കൂടിയായിട്ട് ആമയിഴഞ്ചാൻ തോട് ഒഴുകുന്നുണ്ട്. ആ തോട് എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് ഈ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. ചില സമയത്ത് തോട്ടിൽ ഈ മാലിന്യങ്ങൾ കാരണം ഈ ആമയിഴഞ്ചാൻ തോടിന്റെ ഒഴുക്ക് നിലയ്ക്കുന്ന അവസ്ഥ അങ്ങനെ വരികയാണെങ്കിൽ ഈ ദുർഗന്ധം കാരണം ഈ പ്ലാറ്റ്ഫോമിന് അടുത്തുപോലും ഒരാൾക്ക് നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഉണ്ടാവുക. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് റെയിൽവേ ഇത് ശുചീകരണ പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് 4 കരാർ ളെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവൃത്തിക്കായി ഏൽപ്പിക്കുന്നത്. അങ്ങനെ അതിലൊരാളായിരുന്നു ഈ ജോയി. മാരായമുട്ടം സ്വദേശിയായിട്ടുള്ള ജോയി ഇന്നലെ 6:30 തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഈ ജോയിക്കൊപ്പം തന്നെ മറ്റൊരു മലയാളി കൂടി ഉണ്ടായിരുന്നു. ഒപ്പം 2 അതിഥി തൊഴിലാളികളുമായിരുന്നു ഈ പണിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. ഈ സമയത്ത് ജോയി ഇവരെല്ലാവരും വൃത്തിയാക്കുകയായിരുന്നു. രാവിലെ നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അങ്ങനെ മറ്റ് 2 തൊഴിലാളികൾ നേരത്തെ തന്നെ ഈ തോട് വൃത്തിയാക്കൽ നിന്ന് കയറി നിന്നിട്ടുണ്ടായിരുന്നു. മഴ പൊടിയുന്ന സാഹചര്യം തന്നെ. പക്ഷേ അതൊന്നും ഭഗവതിയായിരുന്നു ജോയി ആ വൃത്തിയാക്കൽ പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നത്. ജോയ്ക്കൊപ്പമുള്ള ആളും ഇതേ പ്രവൃത്തി ഉണ്ടായിരുന്നു. 2 മലയാളികളായിരുന്നു അതേ സമയത്ത് വൃത്തിയാക്കിക്കൊണ്ടിരുന്നത്. പെട്ടെന്നാണ് ഈ തോട്ടിലേക്ക്, നമുക്കറിയാം ഈ ജലാശയങ്ങളൊക്കെ പെട്ടെന്നാണ് ഈ രൂപമാറ്റം ഉണ്ടാവുന്നത്. പെട്ടെന്ന് ഒഴുക്ക് വർദ്ധിക്കുകയും ശക്തമായിട്ട് വെള്ളം വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ജോയി ഒഴുക്കിൽപ്പെടുന്നത് ഏകദേശം രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഉടൻ തന്നെ വിവരമറിഞ്ഞ റെയിൽവേയുടെ മറ്റ് കരാർ തൊഴിലാളികൾ ഈ വിവരം അറിയിച്ചതിനെ തുടർന്ന് മറ്റ് ഫയർഫോഴ്സ് അംഗങ്ങൾ ഇവിടെ ഏറ്റവും അടുത്തുള്ള ചെങ്കൽ ചുളയിലെയും ചാലയിലെയും 2 ഫയർഫോഴ്സ് യൂണിറ്റുകളും സ്കൂബ സംഘവും സ്ഥലത്തെത്തുകയുണ്ടായി. അവർ ഉടൻ പരിശോധന ആരംഭിക്കുകയുണ്ടായി. പക്ഷെ പരിശോധനയ്ക്ക് ഇറങ്ങിയ സ്കൂബ ടീമിന് തിരിച്ചു കയറേണ്ടി വരുന്ന സ്ഥിതിയായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. കാരണം മാലിന്യം കാരണം പരിസരത്ത് അടക്കാൻ പോലും ജോയിക്കായുള്ള തിരച്ചിൽ ആദ്യഘട്ടത്തിൽ മുടങ്ങിയ സ്ഥിതിയായിരുന്നു. പിന്നീട് വീണ്ടും അതായത് JCB ഉൾപ്പെടെയുള്ള മറ്റ് സഹായങ്ങളോടുകൂടിയാണ് ഈ മാലിന്യങ്ങൾ നീക്കാനുള്ള പ്രവൃത്തി ഈ റെയിൽവേയും ഒപ്പം തന്നെ നഗരസഭ അധികൃതർ ഉൾപ്പെടെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ കൂടുതൽ, അതായത് ഫയർഫോഴ്സിനൊപ്പം ഈ നഗരസഭയുടെ കൂടുതൽ തൊഴിലാളികൾ, റെയിൽവേയുടെ തന്നെ ഉണ്ടായിരുന്ന മറ്റ് കരാർ തൊഴിലാളികളൊക്കെ ഇന്നലെ ഈ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഇവിടെ ശുചീകരണ പ്രവൃത്തിക്ക് എത്തിയ ആളുകൾ ഉൾപ്പെടെ ഇന്നലെ ഈ തോട് വൃത്തിയാക്കാൻ വേണ്ടി വീണ്ടും ഇറങ്ങുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വൃത്തിയാക്കൽ നടപടി പുരോഗമിക്കുമ്പോൾ ഏകദേശം മണിക്കൂറുകൾ പിന്നിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ ടണലിലേക്കുള്ളിൽ പ്രവേശിക്കണം എന്നുള്ളത് വളരെ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ് അവർ മനസ്സിലാക്കുന്നു. ഉടൻ തന്നെ JCB ഉൾപ്പെടെ ഈ ഒരു നെറ്റ് ഉണ്ടായിരുന്നു ഇവിടെ ഈ ഭാഗത്ത്, അതായത് ഈ ആമയിഴഞ്ചാൻ തോട് ഒഴുകുന്ന ഭാഗത്ത് ഒരു ഗ്രീൻ നെറ്റ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ നേരത്തെ ഉള്ളതാണ്. അപ്പോൾ അതുവഴി താഴെ ഉണ്ടായിരുന്ന മാലിന്യങ്ങളൊക്കെ കെട്ടിവലിച്ച് പുറത്തേക്ക് എത്തിക്കുന്നത് വളരെ പ്രയാസമാണെന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ ഗ്രീൻ നെറ്റ് ഈ ഫയർഫോഴ്സ് അംഗങ്ങൾ മുറിച്ചു മാറ്റുന്ന കാഴ്ച കൂടി കണ്ടു. അതിനുശേഷം 2 വശത്തേക്ക് കൂടി, ഒന്ന് JCB ഉപയോഗിച്ചുകൊണ്ട് ഒരു വശത്തു കൂടി മാലിന്യങ്ങൾ വലിയ വലയിലാക്കി കെട്ടിവലിച്ച് പുറത്തേക്ക് എത്തിച്ചു, മറ്റൊന്ന് ചെറിയ വലയിലാക്കി മറ്റൊരു വശത്തേക്ക് കൂടി ഈ മാലിന്യങ്ങൾ കെട്ടിവലിച്ച് പുറത്തേക്ക് എത്തിക്കുന്ന കാഴ്ചയും ഇന്നലെ കണ്ടു. അങ്ങനെ ഒരു വിധത്തിൽ മാലിന്യങ്ങളൊക്കെ നീക്കിയതിന് ശേഷം ഈ സ്കൂബ ടീം ആദ്യം 2 അംഗ ടീം, സ്കൂബ ടീമിന്റെ ആദ്യ 2 അംഗ സംഘം അങ്ങനെ പരിശോധനയ്ക്കായി ടണലിനുള്ളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഈ ടണൽ എന്ന് പറയുന്നത് 1ാം പ്ലാറ്റ്ഫോം തൊട്ട് അതിന്റെ 3ാമത്തെ 4ാമത്തെ പ്ലാറ്റ്ഫോമിന്റെ പരിസരത്തെത്തുന്ന, അതായത് മുഴുവനായിട്ട് 140 മീറ്റർ ആണ് നീളമുള്ളത്. ഒരു 30 മീറ്റർ വീതിയും ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഈ ടണലിന് നിറയെ, അത് ടണൽ നിറയെ വെള്ളമല്ല ഉള്ളത്, ഈ മാലിന്യങ്ങളാണെന്ന് ഈ ടണലിന് ഉള്ളിലേക്ക് പ്രവേശിച്ച ഈ സ്കൂബ ടീം അംഗങ്ങൾ ഇന്നലെ പറയുകയുണ്ടായി. അത് അവർക്ക് തിരച്ചിലിനുൾപ്പെടെ ബുദ്ധിമുട്ടായിരുന്നു. ഇവർ പ്രധാനമായും തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു, ഡൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത് പുറകോട്ടായിരുന്നു. മുന്നോട്ടേക്ക് ഡൈവ് ചെയ്യാൻ സാധിക്കില്ല. കാരണം മുന്നോട്ട് ഡൈവ് ചെയ്തിട്ട് ഏതെങ്കിലും ഘട്ടത്തിൽ ഇവർ കുടുങ്ങിപ്പോയാൽ തിരിച്ച് ഇവരെ പുറത്തേക്ക് എത്തിക്കുക അത് പ്രയാസമായതുകൊണ്ട് പുറകോട്ടേക്ക് ഡൈവ് ചെയ്തുകൊണ്ടായിരുന്നു ഇന്നലെ തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതിന്റെ ഏകദേശം 40 മീറ്ററോളം, ഈ 140 മീറ്റർ നീളമുള്ള ഈ ടണലിന്റെ 40 മീറ്ററോളം ഉള്ളിലേക്ക് പ്രവേശിക്കാനും അവിടെ പരിശോധന നടത്താനും ഇന്നലെ ഈ സ്കൂബ ടീം അംഗങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ അവർ പരിശോധന നടത്തിയെങ്കിലും നിരാശയായിരുന്നു അന്തിമ ഫലം എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നലെ യാതൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. 3 ഘട്ടങ്ങളിലായിട്ടായിരുന്നു
സ്കൂബ ടീമിന്റെ 2 അംഗങ്ങൾ വീതം 2 വശങ്ങളിലായിട്ട് പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ പരിശോധനകളിലൊന്നും ഒരു ഘട്ടത്തിൽ പോലും ഒരു സൂചനയും അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ടണലിനുള്ളിലേക്ക് പോകുന്തോറും അത് പ്രയാസമായി തോന്നുകയും ഡൈവ് ചെയ്യാൻ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് മാലിന്യങ്ങൾ ഉള്ളതായിട്ട് പറയുകയും ചെയ്തതോടുകൂടി മാലിന്യങ്ങൾ നീക്കിയതിനു ശേഷം മാത്രമേ പരിശോധന നടത്താൻ സാധിക്കുള്ളൂ എന്ന് പറയുകയുണ്ടായി. അപ്പോഴേക്ക് രാത്രി 6 മണിയോടുകൂടി അടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് രാത്രി എന്ത് തരത്തിലുള്ള പരിശോധന, അതിനൊരു മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടുണ്ടോ എന്നടക്കം കളക്ടറോട് ചോദിക്കുകയുണ്ടായി. എന്നാൽ അത്തരത്തിലൊന്നും തയ്യാറാക്കിയിട്ടില്ല എന്നതിന്റെ മറുപടിയായിരുന്നു പലരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ മാസ്റ്റർ പ്ലാൻ ഇല്ലാതെ തന്നെ രാത്രി ചർച്ചകൾക്കൊടുവിലാണ് റോബോട്ടിക് സംവിധാനം ഉൾപ്പെടെ എത്തിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് അവരെത്തുന്നത്. അങ്ങനെ ടെക്നോ പാർക്കിൽ നിന്ന് റോബോട്ടിക് സഹായത്തോടു കൂടി പരിശോധനക്കായി തയ്യാറെടുത്തു. പരിശോധന അല്ല, മാലിന്യം നീക്കലായിരുന്നു പ്രധാനമായിട്ടും ലക്ഷ്യം. ആ മാലിന്യം നീക്കാനായിട്ടാണ് റോബോട്ടിക് സംവിധാനം എത്തിച്ചത്. ഇന്നലെ ഒരു പരിധിവരെ അത് ഈ റോബോട്ടിക് സംവിധാനത്തിന് മാലിന്യങ്ങൾ നീക്കാൻ സാധിച്ചു. പക്ഷേ അതിനിടയിലും ഈ രാത്രി ദുഷ്കരമായിരുന്നു. ഈ വെളിച്ചക്കുറവ് ഉൾപ്പെടെ വളരെ പ്രയാസപ്പെട്ടായിരുന്നു ഇന്നലെ ഈ മാലിന്യം നീക്കൽ പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നത്. മഴ ഉൾപ്പെടെ പെയ്തു കഴിഞ്ഞാൽ ഏത് സമയത്തും അപകടമുണ്ടാകുന്നതിനാലാണ് രാത്രി ഇത്തരത്തിലൊരു തിരച്ചിലിൽ നിന്ന് സ്കൂബ ടീം അംഗങ്ങളും NDRF സംഘങ്ങളും പിന്മാറി നിന്നത്. അതിനുശേഷമാണ് ഇന്ന് രാവിലെ 6:30യോടുകൂടി ഈ തിരച്ചിൽ പുനരാരംഭിക്കാമെന്നൊരു നിഗമനത്തിലേക്ക് ഇന്നലെ സംഘം എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരുടെയും സംയുക്തമായിട്ടുള്ള ഒരു സംഘമാണ് ഇനി തിരച്ചിൽ നടത്തുക. ഇന്നെങ്കിലും ജോയിയെ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംഘം എത്തിയിരിക്കുന്നത്. എന്തായാലും 30 അംഗ സംഘം NDRFന്റേതുണ്ട്. ഇന്നലെ നടത്തിയിട്ടുള്ള അതേ തിരച്ചിലിന്റെ സ്കൂബ ടീം അംഗങ്ങളും സ്ഥലത്തുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് ഫയർഫോഴ്സിന്റെ ഉൾപ്പെടെ സഹായത്തോടുകൂടി, നഗരസഭയുടെ ഉൾപ്പെടെ സഹായത്തോടുകൂടി തന്നെ പരിശോധന നടത്തും. പക്ഷേ ഖേദകരമായിട്ടുള്ള കാര്യം, ഇന്നലെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഈ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയുടെ തൊഴിലാളിയാണെന്ന് ഒരു വശത്തു നിന്നും, അല്ല റെയിൽവേ കരാർ തൊഴിലാളിയാണെന്ന് മറുവശത്തു നിന്നും പറയുന്ന ഒരു കാര്യം കേൾക്കുകയുണ്ടായി. എന്തായാലും തൊഴിലാളി ആരുടേതാണെങ്കിലും പരിശോധനയ്ക്ക് ഇവിടെ നടന്ന സംഭവങ്ങൾ അറിയാൻ വേണ്ടി മേയർ എത്തിയത് 1.5 മണിക്കൂർ പിന്നിട്ടതിന് ശേഷമായിരുന്നു. അങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു. കളക്ടർ ഉൾപ്പെടെ എത്തിയത് വളരെ വൈകിട്ടാണ്. അങ്ങനെ ഇവർ എത്തി സ്ഥിതിഗതികൾ മനസ്സിലാക്കിയതിനു ശേഷം പിന്നീട് പരിശോധന നടത്തേണ്ട രീതികൾ, ഒപ്പം തന്നെ ഏത് തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന കാര്യങ്ങളെ കുറിച്ച് നോക്കുകയുണ്ടായി. പക്ഷേ മാലിന്യം പ്രധാനപ്പെട്ട തടസ്സമായിരുന്നു. ഈ മാൻ പവർ ഉപയോഗിച്ചുകൊണ്ടുള്ള മാലിന്യ നീക്കം എത്രത്തോളം പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഇന്ന് രാത്രി വൈകിക്കൊണ്ട് ടെക്നോ പാർക്കിന്റെ റോബോട്ടിക് സംവിധാനത്തിന് സമീപിക്കേണ്ട സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. ആതിര, ശരി. NDRF സംഘം മാലിന്യ നീക്കത്തിനുള്ള ആദ്യഘട്ട നടപടികളിലേക്ക് കടന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ജോയ്ക്കായുള്ള തെരച്ചിൽ അത്തരത്തിൽ പുരോഗമിക്കുകയാണ്. 30 അംഗ NDRF സംഘമാണ് തിരച്ചിലിനായി എത്തിയിരിക്കുന്നത്. NDRF ടീം, സ്കൂബ ടീം, ജെൻ റോബോട്ടിക്സ് ടീമിൻ്റെ റോബോട്ടുകൾ എന്നിങ്ങനെ സംയുക്തമായാണ് തിരച്ചിൽ നടത്തുക. ഇന്ന് ആദ്യഘട്ടമായി മാലിന്യ നീക്കമാണ് സംഘം പ്ലാൻ ചെയ്യുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അഞ്ജു ജയപ്രകാശ് തിരുവനന്തപുരത്ത് നിന്ന്.